ഹലോ എവരിവൺ, വെൽക്കം ടു ടെchtutz. ഇന്നൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വീഡിയോ ആണ്. സാംസങ് ഏപ്രിൽ അപ്ഡേറ്റിൽ വന്ന ഒരു ഹ്യൂജ് ഗാലറി അപ്ഡേറ്റിന്റെ വീഡിയോ ആണ് ഇന്നത്തേത്. എന്താണെന്ന് അറിയണ്ടേ ആ ഗാലറി അപ്ഡേറ്റ്? അതിനു മുന്നേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി ഇടുക. ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. അടുത്തിടെയാണ് സാംസങ് ഗാലക്സി S23 അൾട്രയിൽ ഏപ്രിൽ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നത്. ഏതാണ്ട് 1 GB അടുത്താണ് അപ്ഡേറ്റ് സൈസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ S22 അൾട്രയിൽ ഏപ്രിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് ഏകദേശം 1.6 GB സൈസാണ് കാണുന്നത്. സാധാരണ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇത്രയും സൈസ് കാണില്ല. സോ ഇത്രയും സൈസ് ഉള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റിന് പുറമെ ക്യാമറ ഫീച്ചർ അപ്ഡേറ്റും കാണാൻ സാധ്യതയുണ്ട്. ഈ S22 അൾട്രയിലുള്ള അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് ക്യാമറ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി, പിന്നെ കുറച്ച് ഫീച്ചർ ഇംപ്രൂവ്മെൻറ്റ്സ്, ഇംപ്രൂവ്ഡ് സെക്യൂരിറ്റി ഒക്കെയാണ്. ഓക്കെ, ഒന്നാമത്തെ അപ്ഡേറ്റ് പോയിന്റിൽ കാണുന്നത് ക്യാമറ ആൻഡ് ഗാലറി ഫങ്ഷൻസ് വിച്ച് ഹാവ് ബീൻ ഇംപ്രൂവ്ഡ് എന്നാണ്. ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇമേജ് ക്ലിപ്പർ ഫീച്ചർ S22 അൾട്രയിൽ വന്നിരിക്കുന്നു. ഞാൻ One UI 5.1 അപ്ഡേറ്റിൽ ഈ ഫീച്ചർ പ്രതീക്ഷിച്ചിരുന്നു, ബട്ട് വന്നില്ല. S23 സീരീസിൽ ഈ ഫീച്ചർ ലോഞ്ച് ആയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. നമുക്കൊരു ഇമേജിൽ നിന്നോ വീഡിയോയിൽ നിന്നോ പർട്ടിക്കുലർ ഇമേജ് കട്ടൗട്ടായി എടുക്കാനും സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും. ഇതിൽ കാണുന്നത് പോലെ ഒരു ഇമേജിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് മാത്രമായി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഹോൾഡ് റിലീസ് ചെയ്താൽ കോപ്പി, ഷെയർ, സേവ് ആസ് ഇമേജ് എന്നീ ഓപ്ഷൻസ് വരും. ആൻഡ് മറ്റൊരു ആപ്പിൽ ഡയറക്റ്റായി കോപ്പി പേസ്റ്റ് ചെയ്യാനും ഇവിടെ നിന്ന് തന്നെ ഷെയർ ചെയ്യാനും കൂടാതെ ഗാലറിയിൽ സേവ് ചെയ്യാനും സാധിക്കും. ജസ്റ്റ് അമേസിങ്. ഇനി ഈ ഫീച്ചർ വീഡിയോയിൽ വർക്കാകുമോ എന്ന് നോക്കാം. ഞാൻ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് വീഡിയോയിൽ നിന്നും കട്ടൗട്ടായി വന്നത്. താങ്ക് യു സാംസങ് ഫോർ ദിസ് അപ്ഡേറ്റ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഒരു അപ്ഡേറ്റ്. കാരണം ഞാൻ ഈ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിച്ചിരുന്നത് One UI 5.1 അപ്ഡേറ്റിലായിരുന്നു. അന്നത് കിട്ടിയിരുന്നില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്. കൂടാതെ S22 ബേസ് വേരിയൻറ്റിലും പ്ലസ് വേരിയൻറ്റിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് ആ ഒരു പർട്ടിക്കുലർ ഫോൺസ് യൂസ് ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ S21 സീരീസിലും ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഇതൊരു ചെറിയ അപ്ഡേറ്റ് വീഡിയോ ആയിരുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ അപ്ഡേറ്റ് ആണ്. കുറച്ചു കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഗാലറി അപ്ഡേറ്റ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെchtutz. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. സോ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രം പ്രജിത്ത്.